ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടപ്പിളിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ നോക്കുന്നത് ക്രിയേഷൻ ഓഫ് എ ടപ്പിൾ ആണ്. അപ്പോൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് 3 മെത്തേഡ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒന്ന് ടപ്പിൾ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാരിയബിൾ നെയിം എടുക്കുകയാണ്. ഞാൻ എ എന്ന് പറഞ്ഞൊരു വാരിയബിൾ നെയിം എടുത്തു. അതിലേക്ക് ഞാൻ ടപ്പിൾ എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കയറ്റി. അതിലേക്ക് ഞാൻ വന്നിട്ട് എൻ്റെ ഒരു വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടെക്സ്റ്റ് കയറ്റുവാണ്. ഓക്കെ, അപ്പം എനിക്കിതെങ്ങനെ ടപ്പിളായിട്ട് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് നോക്കാം. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ എലമെന്റ്സും സെപ്പറേറ്റഡ് ആയിട്ട് കോമ കോമ ആയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് എല്ലാം കൂടി എനിക്കൊരു ടപ്പിളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടപ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധാ ബ്രാക്കറ്റിനുള്ള എലമെന്റ്സ് ഇങ്ങനെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ടപ്പിൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് കൊണ്ടുപോയിടുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് ടപ്പിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടൈപ്പ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ടപ്പിൾ തന്നെയാണെന്നുള്ളത് പറഞ്ഞുതരും. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എ കൊടുക്കുക, പിന്നെ നമ്മൾ സാധാ ബ്രാക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുക, അതിനുള്ളിലേക്ക് എലമെന്റ്സ് ഞാൻ 11, 12, 33 എന്നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എംപ്റ്റി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു എംപ്റ്റി ടപ്പിൾ ആക്കിയിട്ട് എടുത്ത് തരും. അപ്പോൾ എംപ്റ്റി ഇത് എ എന്ന് പറയുന്നത് എംപ്റ്റി ടപ്പിൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു എംപ്റ്റി ടപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഒരു സിംഗിൾ എലമെന്റ് ടപ്പിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സിംഗിൾ എലമെന്റ് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തിയറി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എലമെന്റിന്റെ കൂടെ ഒരു കോമൻ കൂടി ഇട്ടാൽ മാത്രമാണ് അത് സിംഗിൾ എലമെന്റ് ടപ്പിൾ ആവത്തുള്ളൂ. ഞാൻ എ ഇസ് ഈക്വൽ ടു ഞാൻ ഇതിൽ സിംഗിൾ എലമെന്റ് ബ്രാക്കറ്റ് ഇട്ടു, അതിൻ്റെ ഉള്ളിൽ 12 ഇടാണെന്ന് വിചാരിക്കും. ഞാൻ എന്നിട്ട് ഇതിങ്ങനെ വെറുതെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ന് പറയുന്നത് 12 ആയിട്ട് കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. ഇതിന് ടപ്പിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോമ കൂടി ഇടണം. എന്നിട്ട് ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കത് ടപ്പിൾ ആയിട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് ടൈപ്പ് ആയി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിംഗിൾ എലമെന്റ് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ കോമ ഇടണം, അല്ലെങ്കിൽ അതൊരു സിംഗിൾ ഇൻറ്റീജർ ആയിട്ട് മാത്രമായിരിക്കും അതിനെ വായിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്ഡേറ്റിംഗ് എലമെന്റ്സിന്റെ ടപ്പിളാണ്. അപ്പം നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പം അതിൽ ഒരിക്കലും നമുക്കൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടപ്പിളിന്റെ ഉള്ളിലേക്ക് ലിസ്റ്റിന്റെ പോലെ എലമെന്റ്സിനെ ആഡ് ചെയ്യാനോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ ഇതിൽ നമുക്ക് 2 മെത്തേഡുകൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് കൺകാറ്റിനേഷൻ, ഒന്നെന്ന് പറയുന്നത് റിപ്പിറ്റേഷൻ. സോ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ടപ്പിളുകളെ എടുത്തിട്ട് വേറൊരു പുതിയ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന ഒരു ടപ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടപ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റത്തേൽ ഞാൻ 11, 12, 13 എന്ന് പറഞ്ഞിട്ട് ഒരു ടപ്പിളും, രണ്ടാമത്തേൽ ഞാൻ ബി ഇസ് ഈക്വൽ ടു ഒരു 100, 200, 300 എന്ന് പറഞ്ഞ കുഞ്ഞൊരു ടപ്പിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ പുതിയ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ പേര് കൊടുത്തു. ദെൻ നമ്മൾ നമ്മുടെ ലിസ്റ്റിലൊക്കെ ചെയ്ത പോലെ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സി ഇനി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ടപ്പിളും കൂടി കൺകാറ്റിനേറ്റ് ആയിട്ട് പുതിയൊരു ടപ്പിൾ ക്രിയേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റിൽ ചെയ്ത പോലെ മറ്റൊരു മെത്തേഡിൽ യൂസ് ചെയ്യുന്ന റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ ഞാൻ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എ ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സ് 3 വട്ടം എനിക്ക് റിപ്പീറ്റ് ആയിട്ട് സി എന്ന് പറഞ്ഞ പുതിയൊരു ടപ്പിൾ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ടപ്പിൾ ക്രിയേറ്റ് ആകുമ്പോൾ കാണാം ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഇതിൽ അലൗഡ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡിലീഷൻ ഓഫ് എ ടപ്പിൾ. അപ്പം ഡിലീഷൻ ഓഫ് എ ടപ്പിൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൽ നമുക്കൊരു സിംഗിൾ എലമെന്റിനെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിലീറ്റ് ചെയ്യുമ്പോൾ എൻ്റയർ ആയിട്ട് ആ ടപ്പിളിനെ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ എ എന്ന് പറയുന്ന ടപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, കെ ടപ്പിൾ 11, 12, 13 ആണ് വരുന്നത്. ഞാൻ അതിനെ ഡി എൽ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എ വന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ വരും, നെയിം എറർ, എ ഇസ് നോട്ട് ഡിഫൈൻഡ്, കാരണം നമ്മളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻ്റെ ടപ്പിളിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഡി എൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സിംഗിൾ എലമെന്റിനൊന്നും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത് അസസിംഗ് എലമെന്റ്സ് ഫ്രം എ ടപ്പിൾ. നമുക്ക് ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാനേ പറ്റില്ല, പക്ഷേ ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ എടുക്കാനായിട്ട് പറ്റും. സോ ഇൻഡെക്സിംഗ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ബി എന്ന് പറഞ്ഞ ടപ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ ടപ്പിൾ നമുക്ക് വരുന്നത് 100, 200, 300 ആണ്. അപ്പം ഇൻഡെക്സിങ് നമ്മൾ സിമിലർ ടു ലിസ്റ്റിൽ ചെയ്ത പോലെയാണ് ടപ്പിളിൽ ഇൻഡെക്സിങ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബി എന്ന് പറയുന്ന ടപ്പിളിൻ്റെ ഉള്ളിൽ ഇപ്പം ഫസ്റ്റ് പൊസിഷനിൽ എടുക്കുന്ന ആളാണെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 വരും. അപ്പോൾ തന്നെ സെക്കൻഡ് പൊസിഷൻ പറഞ്ഞാൽ ഇൻഡെക്സിങ് പൊസിഷൻ വരുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 300 വരും. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലാസ്റ്റത്തെ എലമെന്റ് 300 വരും. അപ്പോൾ തന്നെ സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് വരും.
പറയുമ്പോൾ ഇത് നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഇതിൽ നമുക്ക് സ്ലൈസിങ്ങും ചെയ്യാനായിട്ട് പറ്റും. അപ്പം സ്ലൈസിങ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ടപ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ സിയിൽ കുറച്ചും കൂടി എലമെന്റ്സ് ഉണ്ട്. ഞാൻ ഇതിൽ ഈ ഒരു 11 തൊട്ട് ഈ ഒരു 13 വരെയുള്ള ആ നടുക്കി കിടക്കുന്ന ഈ ഒരു ടപ്പിളിനെ സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. അപ്പം സ്ലൈസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടപ്പിളിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് നമ്മൾ കൊടുക്കും. സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് 0, 1, 2, 3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് ഫസ്റ്റ് കൊടുത്തു. ദെൻ കോളൻ ഇട്ടിട്ട് പിന്നെ അത് എൻഡ് ചെയ്യുന്ന ഇൻഡെക്സിന്റെ അപ്പുറത്തെ ഇൻഡെക്സ്. അപ്പോൾ ഇതിൽ 3, 4, 5, 6 ആണ് വരുന്നത്. അപ്പോൾ 6ഉം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ലൈസ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 11, 12, 13 വരെ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെഗറ്റീവ് ഇൻഡെക്സിംഗ് നമുക്ക് പോസിബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റത്തെ ആൾക്കാർ എടുക്കണം എന്ന് വിചാരിക്കാം. ഞാനിവിടെ 11, 12 ആണ് ഫസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത് -1, -2, -3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ -3 ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റത്തെ ആൾക്കാർ അതായത് 13 വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ -3 മാത്രം ഇട്ട് കൊടുത്തിട്ട് കോളം കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റത്തെ ആൾ വരെ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ -1 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലാസ്റ്റത്തെ എലമെന്റിന്റെ ആ ഒരു ഇൻഡെക്സും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ലാസ്റ്റത്തെ എലമെന്റ് കിട്ടത്തില്ല. 11, 12 വരെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നെഗറ്റീവ് സ്ലൈസിങ് നടക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഐട്രേഷൻ ആണ്. അത് നമ്മൾ ലൂപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 4 i in ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പ്രിന്റ് ബി ചെയ്യാൻ പറയാണ്. അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറയാണ്. സോ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബീൻ്റെ ഉള്ളിലത്തെ ഓരോ എലമെന്റ് നമുക്ക് കിട്ടും. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് മിക്കവാറും ഇല്ല എന്തെങ്കിലും മാനിപ്പുലേഷൻ കാര്യങ്ങൾ നടത്താനായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് കിട്ടാനായിട്ട് പറയുന്നത്. 5 / 5 എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പം ഓരോ എലമെന്റിനും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ഇതിൽ വേറൊരു ടൈപ്പ് റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 4i in range അതിൻ്റെ ഉള്ളിൽ ലെങ്ത് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ടപ്പിളിന്റെ പേര് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എക്സാക്ട്ലി ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ പ്രിന്റ് ഐ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ മാത്രമാണ് കിട്ടുക. ഈ 200, 100, 200, 300 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സും കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ടപ്പിളിന്റെ പേര് വെച്ചിട്ട് ആ എലമെന്റിനെ കോൾ ചെയ്യണം. കറസ്പോണ്ടിങ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ആ എലമെന്റിനെ കോൾ ചെയ്യണം. നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റും കൂടിയും ഇതിലേക്ക് വരുന്നുണ്ടാവും. സോ ഇങ്ങനെ നമുക്ക് ഇൻഡെക്സും അതിന്റെ എലമെന്റും കൂടിയും ഒരുമിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെങ്ത് അല്ലെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് ആൾക്കാരെ വിളിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് അൺപാക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടപ്പിൾ ഉണ്ട്. അപ്പം ഞാൻ ബി എന്ന് പറയുന്ന ടപ്പിളിനെ 3 വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പോകണം. അപ്പം എക്സ്, വൈ, സെഡ് എന്ന് പറഞ്ഞ 3 വേരിയബിളിലേക്ക് ഞാൻ ഈ ബി എന്ന് പറയുന്ന ടപ്പിളിനെ അസൈൻ ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പം ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി എക്സ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബിന്റെ ആദ്യത്തെ എലമെന്റ് 100 കിട്ടും. അതുപോലെ ഞാൻ ഇതിൽ വൈ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ എലമെന്റ് 200 കിട്ടും. അതുപോലെ തന്നെ സെഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാമത്തെ എലമെന്റ് 300 കിട്ടും. അപ്പം ഈ ഒരു പരിപാടിയാണ് നമ്മൾ മെത്തേഡ് ഓഫ് അൺപാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ ടപ്പിളിന്റെ ഉള്ളിലെ ബിൽഡിംഗ് ഫംഗ്ഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ ഞാൻ ബി എന്ന് പറയുന്ന ഈ ഒരു ടപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ബിൽഡിംഗ് ഫംഗ്ഷൻ വന്നിട്ട് നമ്മൾ റേഞ്ച് ഫംഗ്ഷനിൽ ഉപയോഗിച്ച ലെങ്ത് ഓഫ് ബി എന്ന് പറയുന്ന ആളാണ്. അതായത് ബിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെങ്ത് ഓഫ് ബി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഫംഗ്ഷൻ ആണ് മിനിമം ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന ആ ടപ്പിളിന്റെ ഉള്ളിൽ ഏറ്റവും മിനിമം വാല്യൂ എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ നമുക്ക് മാക്സ് ഓഫ് ബി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്ന ടപ്പിളിലെ മാക്സിമം വാല്യൂ എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വാല്യൂന്റെ ഇൻഡെക്സ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂന്റെ ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് തരും. ഇപ്പം ആ വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ സി എന്ന് പറയുന്ന ആ ഒരു ടപ്പിൾ എടുക്കുകയാണ്. അപ്പോൾ സിയിലേക്ക് രണ്ടാമത് എടുക്കുന്ന 11ന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ രണ്ടാമത് എടുക്കുന്ന 12ന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ആദ്യ 12 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. then ആദ്യത്തെ 12 വരുന്നത് 0, 1ലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 2 മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതി എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കൊടുക്കും. ഇനി ഞാനിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് കിടക്കുന്ന സോറി ഇതിലൊരു എറർ ഉണ്ട്. എക്സ് ഇസ് നോട്ട് ഇൻ ടപ്പിൾ. സോറി ഇവിടെ ഞാൻ ബി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സി ഡോട്ട് ഇൻഡെക്സ് അതായത് ആ ഒരു ഇൻഡെക്സിന്റെ പേര് കൊടുക്കണമായിരുന്നു. അപ്പം 12 എന്ന് പറയുന്നത് ബിയിലില്ല എന്ന് പറഞ്ഞിട്ടുള്ള എററാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. 0, 1, 2, 3, 4 ആണ് രണ്ടാമത് എടുക്കുന്ന 12ന്റെ ഇൻഡെക്സ് പൊസിഷൻ വരുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്കിപ്പം സീൻ്റെ ഉള്ളിൽ 12 എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ 12 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ എത്ര തവണ 12 വരുന്നുണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് കിട്ടും. ഇനി അടുത്തത് നമുക്ക് സമ്മ്
കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എല്ലാ ആൾക്കാരുടെയും എല്ലാ നമ്പേഴ്സും മാത്രമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട് സം ഓഫ് എ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. നമുക്ക് സി തന്നെ ഇട്ട് കൊടുക്കാം. സം ഓഫ് സി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിന്റെയും പ്ലസ് ചെയ്തിട്ട് നമുക്ക് സം ആയിട്ടൊരു വാല്യൂ നമുക്ക് കിട്ടും, ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഇനി അടുത്തത് നമ്മളിതിൽ അടുത്തത് നോക്കാൻ പോകുന്നത് സോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ലിസ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എന്തെങ്കിലും സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സി ഇരിക്കുന്നത് 11 12 13 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ടഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ സി ഈസ് ഈക്വൽ ടു സോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് പിന്നെ ഞാൻ സീനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 11 11 11 12 12 12 30 30 30 എന്ന് പറഞ്ഞിട്ട് എല്ലാം സോർട്ട് ചെയ്ത് ഒരു അസെൻഡിങ് ഓർഡറിൽ എനിക്ക് ആ വാല്യൂസിന് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം എന്യൂമറേറ്റിന്റെ ആ ഒരു എങ്ങനെയാണ് സിൻടാക്സ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ എ എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൽ ഞാൻ എക്സ് വൈ സെഡ് കൊണ്ടുപോയിടുകയാണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 എലമെന്റ് ആണ് എ എന്ന് പറയുന്ന ആ ഒരു ടപ്പിളിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ അടുത്തത് ബി എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൽ ഞാൻ 1 2 3 കൊണ്ടുപോയിടുവാണ്. എന്നിട്ട് ഞാൻ ഇതിൽ എന്യൂമറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു വാരിയബിൾ കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്യൂമറേറ്റ് എന്ന് പറയുന്ന എൻ്റെ ഫംഗ്ഷൻ കൊണ്ട് കൊടുക്കുകയാണ് എന്യൂമറേറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എനിക്കിപ്പം എ എന്ന് പറയുന്ന ആ ഒരു ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ കിട്ടണം. അത് 0 ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഈ ഡബ്ല്യുവിനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? അതുപോലെ തന്നെ അതൊരു ഫംഗ്ഷൻ എന്യൂമറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അതിന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടപ്പിൾ അല്ലെങ്കിൽ അതിന് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ടപ്പിൾ ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ടപ്പിൾ ഓഫ് വാല്യൂ ആയിട്ട് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. പിന്നെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ എലമെന്റ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ നമ്പർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പറിന്റെ ആ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറസ്പോണ്ടിങ് നമ്പർ ആയിട്ട് കിട്ടും. അതുപോലെ ഞാനിവിടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 5 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇൻഡെക്സ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഒരു ഇങ്ങനൊരു ഫംഗ്ഷൻ ടപ്പിൾ ഓഫ് ടപ്പിൾ അല്ലെങ്കിൽ ടപ്പിൾ ഓഫ് ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പുറത്ത് ലിസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ലിസ്റ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ഓഫ് ടപ്പിൾ അല്ലെങ്കിൽ ടപ്പിൾ ഓഫ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്യൂമറേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ടു ചെക്ക് വിത്ത് ദ ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സെക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും എലമെന്റ് ആ ടപ്പിളിലുണ്ടോ, എന്തെങ്കിലും എലമെന്റ് ആ ടപ്പിളിൽ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ബി എന്ന് പറഞ്ഞ ടപ്പിൾ എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ ബി ടപ്പിൾ ഇപ്പോൾ 1 2 3 ആണ് എടുക്കുന്നത്. ഓക്കെ, ഞാനിതിൽ 2 എന്ന് പറയുന്ന ഒരു നമ്പർ ബിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ആൻഡ് നോട്ട് എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 in ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബൂലിയൻ വാല്യൂ ആൻസർ ആയിട്ട് കിട്ടും. കാരണം 2 ബിയിൽ എക്സിസ്റ്റിംഗ് ആണ്, അത് ട്രൂ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഞാനിതിൽ ഇതന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് 2 ഇതിൽ ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നോട്ടിൻ വരുന്നത്. അപ്പോൾ എനിക്കിതിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഫോൾസ് തെറ്റാണ്, 2 അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ആയിട്ട് എനിക്കിത് കിട്ടും. അങ്ങനെ നമുക്ക് ബൂലിയൻ വാല്യൂ ആയിട്ടാണ് ഇതിൽ ആൻസർ കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെയാണ് ഒരു നമ്പർ അതിൽ ഒരു ടപ്പിളുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് സെയിം നമുക്ക് ലിസ്റ്റിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് ഓൾ ടപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അതായത് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ബീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രൂ ആണ് വരിക. കാരണം നമ്മുടെ എല്ലാ എലമെന്റ്സ് ഇതിൽ ട്രൂ ആയിട്ട് കിടക്കുന്നത്. ഇപ്പം ബിയിൽ തന്നെ ഞാനിപ്പം ബി എന്ന് പറഞ്ഞിട്ട് ബി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ 1 2 3 പിന്നെ ഞാനൊരു ഫോൾസ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ബൂലിയൻ ഫോൾസ് വാല്യൂ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ ബി കിടക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് 1 2 3 അതിൽ ഫോൾസ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വാല്യൂം ട്രൂ അല്ല, ഒരെണ്ണം ഫോൾസ് ആണ്. അപ്പം എനിക്ക് കറസ്പോണ്ടിങ് ഫോൾസ് ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവാം. അപ്പം ഇനി അടുത്തത് ചെക്ക് ചെയ്യുന്നത് എല്ലാതും ഫോൾസ് ആണ്. എൻ്റെ ഇതിൽ കിടക്കുന്ന എല്ലാ വാല്യൂസും ഫോൾസ് ആണ്. എനിക്ക് അതിൽ ഒരു വാല്യൂ മാത്രമേ ട്രൂ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രൂ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇനി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതായത് എന്തെങ്കിലും ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രൂ റിട്ടേൺ തരും. എല്ലാം ഫോൾസ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബിയിൽ എല്ലാം ഫോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് ആണ് ആൻസർ വരിക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ട്രൂ വാല്യൂ കൊടുക്കണം. ഇപ്പോൾ 12 ട്രൂ വാല്യൂ ആണ് വരുന്നത്. അപ്പം ഞാൻ ഇത് ബി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ട്രൂ വരും. കാരണം ഏതെങ്കിലും ഒരാൾ അതിൽ ട്രൂ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ടപ്പിളിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ ചെക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടപ്പിൾ എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.